ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2-ാം ദിവസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഓരോ ദിവസത്തെയും തന്റെ സൃഷ്ടികൾ ദൈവം തന്നെ നമ്മോട് പറയുന്നത് തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. സൃഷ്ടിയുടെ സമയത്ത് മനുഷ്യൻ ഇനിയും രൂപാന്തരപ്പെടാത്തതിനാൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും എല്ലാ സൃഷ്ടികളും ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. അതിനാൽ അവൻ തന്നെ സൃഷ്ടിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ അവൻ എങ്ങനെയെല്ലാം സൃഷ്ടിവെച്ചുവെന്ന് നമുക്കറിയാൻ കഴിയും. തിരുവെഴുത്ത് എബ്രായർ 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. സൃഷ്ടിയുടെ സമയത്ത് ദൈവം തന്നെ എല്ലാത്തിനും പേരിട്ടു. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുട്ടിനെ രാത്രി എന്നും വിളിച്ചു. അവൻ ആകാശത്തെ ആകാശം എന്ന് വിളിച്ചു. അതെ, സൃഷ്ടാവായ ദൈവം നിങ്ങളെ എല്ലാ സ്നേഹത്തോടെയും പേര് ചൊല്ലി വിളിക്കുന്നു. അവൻ അബ്രാമിനെ അബ്രഹാം എന്നും സാറായിയെ സാറ എന്നും വിളിച്ചു. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളെ തിരഞ്ഞെടുത്ത് പേര് ചൊല്ലി വിളിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര അത്ഭുതകരമാണ്. അവൻ സ്വർഗത്തെ സൃഷ്ടിക്കുക മാത്രമല്ല, അതിനെ മുഴുവൻ ചക്രവാളത്തിൽ വ്യാപിപ്പിക്കുകയും ചെയ്തു. ഹീബ്രു ഭാഷയിൽ അതിനെ ഒരു ഷീറ്റ് വിടർത്തുന്നത് എന്നാണ് വിവരിക്കുന്നത്. അത് ഭൂമിയെയും ആകാശത്തെയും വിഭജിക്കുന്ന ഒരു വിധാനമായിരുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രകടനമായി. ദൈവപുരുഷനായ ഇയ്യോബ് ഇതിനെക്കുറിച്ച് വിസ്മയഭരിതമായി ഇയ്യോബ് 26-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തി തത്വത്തിന്മേൽ തൂക്കുന്നു. അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു, അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നതുമില്ല. തന്റെ സിംഹാസനത്തിന്റെ ദർശനം അവൻ മറച്ചുവെക്കുന്നു, അതിന്മേൽ തന്റെ മേഘം വിരിക്കുന്നു. സ്വർഗത്തിന്റെ എല്ലാ മഹത്വവും കാണുമ്പോൾ അവന്റെ അത്ഭുതകരമായ പ്രവൃത്തിക്കായി അവനെ സ്തുതിക്കാനും ആരാധിക്കാനും അത് നിങ്ങളെ നയിക്കും. ഇയ്യോബ് 37-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ലോകദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ നിനക്ക് അവനോട് കൂടെ വിടർത്തു വയ്ക്കാമോ എന്ന്. മഹത്വമുള്ള രാജാവിനെ കണ്ട് ആമോസ് പറഞ്ഞു: ആകാശത്ത് തന്റെ പാളികൾ നിർമ്മിക്കുകയും ഭൂമിയിൽ തന്റെ പാളികൾ സ്ഥാപിക്കുകയും ചെയ്തവൻ, സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ചപേക്ഷിക്കുകയും ഭൂമുഖത്ത് ഒഴിക്കുകയും ചെയ്യുന്നവൻ, കർത്താവ് എന്നാണ് അവന്റെ നാമം എന്ന്. ഇത് ആമോസ് 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, തന്റെ കൽപ്പനയോടെ എല്ലാം സൃഷ്ടിച്ച കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസവും വിശുദ്ധിയും ദൈവിക സ്നേഹവും കൽപ്പിക്കുന്നു. അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവിക ജ്ഞാനവും അറിവും കൽപ്പിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നു: അവൻ സംസാരിക്കുന്നു, അത് സംഭവിക്കുന്നു; അവൻ കൽപ്പിക്കുന്നു, അത് ഉറച്ചു നിൽക്കുന്നു എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 150-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 രാജാക്കന്മാർ 7, 8, 9 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.